മധ്യപ്രദേശിലെ ദേവാസ് ജില്ലയിലെ ഉദയനഗറിൽ നിന്നാണ് ആ ബസ് യാത്ര പുറപ്പെട്ടത്. ഇൻഡോർ ആയിരുന്നു യാത്രയുടെ ലക്ഷ്യം. പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നവർ, പലവിധ ചിന്തകളിലും സ്വപ്നങ്ങളിലും ലയിച്ചിരിക്കുന്നവർ, പിന്നിലേക്ക് പായുന്ന പ്രകൃതി ദൃശ്യങ്ങളിൽ കണ്ണും നട്ടിരിക്കുന്നവർ. അക്കൂട്ടത്തിൽ മലയാളിയായ ഒരു കന്യാസ്ത്രീയും ഉണ്ടായിരുന്നു. സിസ്റ്റർ കൈകളിൽ ജപമാല മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോഴും അവരുടെ മനസ്സിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു. അതോടൊപ്പം പ്രായം ചെന്ന മാതാപിതാക്കന്മാരെ കുറിച്ചുള്ള ചിന്തകളും. മരതക പട്ടുടുത്ത മലയാളം എന്ന് പേരുള്ള നാട് സിസ്റ്ററുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. നാട്ടിൽ ചെന്ന് അവരെ കാണണം. ഏറെ നാളുകൾക്ക് ശേഷം കൂടപ്പിറപ്പുകളുമായും ബന്ധുക്കളുമായും കണ്ടുമുട്ടുന്ന സന്തോഷത്തിന്റെ നിമിഷങ്ങളെ കുറിച്ചുള്ള ഓർമ്മ പ്രാർത്ഥനയ്ക്കിടയിലും അവരുടെ ചുണ്ടിൽ ഒരു ചിരി പരത്തി. പെട്ടെന്ന് ബസ് നിശ്ചലമായി. ആരോ കയറാനോ ഇറങ്ങാനോ ഉണ്ടായിരിക്കുമെന്ന് കരുതി സിസ്റ്റർ വീണ്ടും പ്രാർത്ഥനയിലേക്ക് മടങ്ങി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഒരു അജ്ഞാതൻ സിസ്റ്ററുടെ മുൻപിലെത്തി. അയാളുടെ കയ്യിൽ ഒരു കത്തിയുണ്ടായിരുന്നു. അയാളത് ആവേശത്തോടെ സിസ്റ്ററുടെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി. ജീവനുള്ള മനുഷ്യ ശരീരത്തിലേക്ക് കത്തി കുത്തിയിറക്കുമ്പോഴുണ്ടാകുന്ന തീവ്രമായ വേദന എത്രത്തോളമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. സിസ്റ്റർ ഹൃദയം പിടഞ്ഞ് നിലവിളിച്ചു. ആ ക്രൂരമായ ദൃശ്യം കണ്ട് ബസ്സിനുള്ളിൽ നിന്ന് യാത്രക്കാരുടെ നിലവിളികൾ ഉയർന്നു. സിസ്റ്ററുടെ സമീപം ഇരുന്ന് യാത്ര ചെയ്തിരുന്ന സ്ത്രീയുടെ ദേഹത്തേക്ക് രക്തം തെറിച്ചു വീണു. പക്ഷേ അതൊന്നും ഗൗനിക്കാതെ അയാൾ സിസ്റ്ററുടെ ജീവൻ അപഹരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ബസ്സിനുള്ളിൽ നിന്ന് അയാൾ സിസ്റ്ററെ പുറത്തേക്ക് വലിച്ചിഴച്ചു. വീണ്ടും വീണ്ടും അയാൾ സിസ്റ്ററുടെ നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കിക്കൊണ്ടിരുന്നു. ഉദയഗിരി കുന്നുകളിൽ മരണത്തിന്റെ വിലാപം മുഴങ്ങി. 54 തവണയാണ് ആ ആക്രമി സിസ്റ്ററെ കുത്തിയത്. അതിന്റെ ഒടുവിൽ സിസ്റ്ററുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പറന്നകുന്നു. ഓരോ തവണയും നെഞ്ചിനെ തുളച്ച് കത്തി പാഞ്ഞപ്പോഴും ഏറ്റവും ഒടുവിലും സിസ്റ്റർ ഒന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ: യേശു, യേശു, യേശു. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തുമെന്ന സുവിശേഷ വചനത്തെ സ്വന്തം ജീവിതം കൊണ്ട് പൂരിപ്പിച്ച മറ്റൊരു ജീവിത കഥ. അതെ, വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി സിസ്റ്റർ റാണി മരിയയുടെ ജീവിതം. നഷ്ടപ്പെടുത്തിയവർ. അനുവദിച്ചു കിട്ടിയിരിക്കുന്ന ജീവനും ജീവിതവും അപ്രതീക്ഷിതമായി തിരികെ എടുക്കുമ്പോൾ, ഭൂമിയിലെ അവസാന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇതുപോലെ യേശുവിനെ വിളിക്കാൻ, യേശുനാമം ഉരുവിടാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയും? സ്വാഭാവികമായ മരണത്തിന് മുൻപിൽ പോലും പതറിയും പകച്ചും നിൽക്കുന്നവരാണ് നമ്മളിൽ ഭൂരിപക്ഷവും. കാരണം നമുക്ക് ജീവിച്ച് മതിയായിട്ടില്ല. ലോകവും ലോകസുഖങ്ങളും നമ്മെ മരണത്തിന്റെ അവസാന വിനാഴികകളിലും ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, മരണത്തിന് ശേഷം എന്ത് എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ചില ആശങ്കകളും സംശയങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ക്രിസ്തുവിനെ പ്രതി എല്ലാം ത്യജിച്ചവരും അവിടുത്തെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്താൻ സന്നദ്ധരായവരും മരണത്തിന് മുൻപിൽ പതറുകയില്ല. യേശുനാമം ഉച്ചരിച്ചുകൊണ്ട് അവർ സമാധാനത്തോടെ കണ്ണുകൾ അടയ്ക്കും, വാഴ്ത്തപ്പെട്ട റാണി മരിയയെ പോലെ. കാരണം അവർക്കറിയാം തങ്ങൾ നഷ്ടപ്പെടുത്തിയതെല്ലാം തിരികെ കിട്ടുമെന്ന്. ഇവിടെ അവസാനിക്കാനുള്ളതല്ല തങ്ങളുടെ ജീവിതമെന്ന്. ഇതുപോലെ നിത്യതയെ സ്വപ്നം കണ്ട് ജീവിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിയുമോ? ആത്മവിശകലനത്തിന് പ്രേരിപ്പിക്കുന്ന ഈ ചോദ്യത്തോടെ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടന്നു ചെല്ലാം. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത് എന്നാണ് ക്രിസ്തുവിന്റെ ഓർമ്മപ്പെടുത്തൽ. സിസ്റ്റർ റാണി മരിയയെ പോലെയുള്ള മിഷണറിമാരുടെ ജീവിതങ്ങളെ സമീപിക്കുമ്പോൾ ഈ വചനത്തിന്റെ പൊരുൾ നമുക്ക് കൂടുതൽ ബോധ്യമാകും. പ്രാവുകളെ പോലെ നിഷ്കളങ്കമായ മനസ്സോടെയാണ് മിഷണറിമാർ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് യാത്രയാകുന്നത്. മാനുഷികമായ ഓരോ സുഖവും സന്തോഷവും അവരെ അവിടെ കാത്തു നിൽക്കുന്നില്ല. അവർ അത് പ്രതീക്ഷിക്കുന്നതുമില്ല. എന്നാൽ ദൈവം ഉള്ളിൽ കൊളുത്തിയ സുവിശേഷാഗ്നി അവരെ സ്നേഹത്തിന്റെ പേരിൽ പലതും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെയാണ്
സ്വന്തം നാടും വീടും വിട്ട് തികച്ചും അപരിചിതവും ഏറെക്കുറെ അപരിഷ്കൃതവുമായ ഭൂമികകളിലേക്ക് അവർ യാത്രയാകുന്നത്. ഈ ലോകത്തിലെ എണ്ണമറ്റ അത്തരം മിഷണറിമാരെ പോലെ അപ്രകാരം യാത്ര ചെയ്തവരിൽ ഒരാളായിരുന്നു ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിലെ അംഗമായ സിസ്റ്റർ റാണി മരിയെ. 1954 ജനുവരി 29 എറണാകുളം ജില്ലയിലെ പുല്ലുവഴി എന്ന ഗ്രാമത്തിൽ വട്ടലിൽ പൈലിയുടെയും ഏലീശ്വയുടെയും മകളായിരുന്നു റാണി മരിയ. ചെറുപ്പം മുതൽക്കേ പാവങ്ങളോട് അനുകമ്പയുള്ളവളും ദരിദ്രരെ സഹായിക്കുന്നതിൽ സന്തോഷിക്കുന്നവളുമായിരുന്നു റാണി മരിയ. അതുപോലെ എളിമയാർന്ന ജീവിതം നയിക്കുന്നതിൽ താല്പര്യം. സ്വഭാവത്താലെ സഹജമായ ഈ പ്രത്യേകതകളാണ് അവളെ ഒരു കന്യാസ്ത്രീയും പിന്നീട് മിഷണറിയും ആക്കി തീർത്തത്. ഉത്തരേന്ത്യയിലെ പിന്നാക്ക ഗ്രാമങ്ങളിൽ സുവിശേഷം എത്തിക്കുകയും അവിടെയുള്ളവരെ ക്രിസ്തുവിന് വേണ്ടി സ്വന്തമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു മിഷൻ ലോകത്തിലേക്ക് സിസ്റ്റർ റാണി മരിയ കാലെടുത്ത് വെച്ചത്. ബിജ്നോർ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യകാല പ്രവർത്തനങ്ങൾ. അതിനുശേഷമാണ് മധ്യപ്രദേശിലെ ഉദയനഗറിൽ എത്തിയത്. റാണി മരിയ ഇൻഡോറിലെത്തുമ്പോൾ അവിടെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ ഏറെ സങ്കീർണമായിരുന്നു. 1992 മുതൽ 1995 വരെയുള്ള കാലയളവിലായിരുന്നു ഉദയനഗർ കേന്ദ്രീകരിച്ച് സിസ്റ്റർ റാണി മരിയ പ്രവർത്തിച്ചിരുന്നത്. 1990 സുന്ദർലാൽ പട്വയുടെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടി മധ്യപ്രദേശിൽ അധികാരത്തിൽ എത്തിയത്. എന്നാൽ 1992 ഡിസംബറിൽ ബാബ്രി മസ്ജിദ് തകർക്കപ്പെട്ട ദേശീയ രാഷ്ട്രീയ കലാപങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ പിരിച്ചുവിടപ്പെടുകയും രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കപ്പെടുകയും ചെയ്തു. 1993 തെരഞ്ഞെടുപ്പിന് ശേഷം ദിഗ്വിജയ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ മധ്യപ്രദേശിൽ അധികാരത്തിൽ വന്നു. എന്നാൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കാൾ റാണി മരിയയുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചത് ഗ്രാമങ്ങളിലെ ഭൂ ഉടമകളുടെയും പണമിടപാടുകാരുടെയും അധികാര ശൃംഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു. ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിതറിക്കപ്പെട്ട് കഴിയുകയായിരുന്ന ഒരു വിഭാഗം ജനങ്ങളെയാണ് ഉദയനഗറിൽ റാണി മരിയയ്ക്ക് കാണാൻ കഴിഞ്ഞത്. സിസ്റ്റർക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നി. ഉദയനഗറിലെ ഭൂ ഉടമകളും പണമിടപാടുകാരും സമൂഹത്തിലെ പ്രബലരായിരുന്നു. ദരിദ്രരെ ചൂഷണം ചെയ്തുകൊണ്ടായിരുന്നു അവർ തങ്ങളുടെ കീശ വീർപ്പിച്ചിരുന്നത്. മതിയായ കൂലി നൽകാതെ അവരെ ചൂഷണം ചെയ്ത ഭൂ ഉടമകൾ കൊള്ളപ്പലിശ അവരിൽ നിന്ന് ഈടാക്കുകയും ചെയ്തിരുന്നു. ഇത് ആദിവാസികളുടെയും ദരിദ്ര കർഷകരുടെയും ജീവിതങ്ങളെ കടക്കെണിയിലാക്കുകയും സാമ്പത്തിക ഭാരത്താൽ അവർ വലയുകയും ചെയ്തു. കടം വാങ്ങിയ പണത്തിന്റെ പേരിൽ സ്വന്തം സ്ഥലവും വീടും വരെ ജന്മിമാർക്ക് തീരെഴുതി കൊടുക്കേണ്ട സാഹചര്യവും അവർക്കുണ്ടായി. ഭരണവികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് തല രാഷ്ട്രീയങ്ങളിൽ സ്വാധീനമുണ്ടായിരുന്നത് ഭൂ ഉടമകൾക്കായിരുന്നതിനാൽ സർക്കാർ തലത്തിലുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും കർഷകർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. വേലയെടുത്തിട്ടും വേതനം അനുഭവിക്കാൻ കഴിയാതെ വരുന്ന ദയനീയ സാഹചര്യമായിരുന്നു കർഷകരും ആദിവാസികളും അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഈ സാഹചര്യം മനസ്സിലാക്കിയാണ് സിസ്റ്റർ റാണി മരിയ പ്രവർത്തിച്ചത്. സിസ്റ്റർ സ്ത്രീകൾക്കായി സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുകയും ആളുകളെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്തു. ഗ്രാമങ്ങളിലെ സ്ത്രീകളെ ഒന്നിച്ചു ചേർത്ത് ചെറിയ ചെറിയ സമ്പാദ്യ സംഘങ്ങൾ ആരംഭിച്ചു. പരസ്പര സഹായ സംഘങ്ങളായി അവ വളർന്നു. മക്കളുടെ വിദ്യാഭ്യാസത്തിനും ആശുപത്രി ചെലവിനുമായി വായ്പകൾ എടുക്കുന്നതിന് ഈ സംഘങ്ങൾ ഏറെ സഹായകരമായി. അമിത പലിശകളിൽ നിന്ന് ഇതിലൂടെ പലരും മോചിതരായി. അതുപോലെ കടബാധിതയിൽപ്പെട്ട കുടുംബങ്ങളെ സഹായിച്ചു. ഗ്രാമീണർക്ക് സർക്കാർ പദ്ധതികൾ അനുസരിച്ചുള്ള വായ്പകളും അവകാശങ്ങളും ലഭ്യമാക്കാൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ജനങ്ങളെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. തങ്ങൾക്ക് പല അവകാശങ്ങളുണ്ടെന്നും ആനുകൂല്യങ്ങളുണ്ടെന്നും ജനങ്ങൾ ആദ്യമായി മനസ്സിലാക്കിയത് അതോടെയായിരുന്നു. കർഷകരുടെയും ആദിവാസികളുടെയും കുട്ടികളെ സ്കൂളിൽ വിടാൻ ജന്മിമാർ അനുവദിച്ചിരുന്നില്ല. ആദിവാസികളുടെയും കർഷകരുടെയും മക്കൾ പഠിക്കാൻ പോകുന്നതോടെ പാടത്തും പറമ്പത്തും പണിയെടുക്കാൻ തങ്ങൾക്ക് ആളുകളെ കിട്ടുകയില്ല എന്ന് അവർക്ക് അറിയാമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സിസ്റ്റർ റാണി മരിയ കുട്ടികളെ പഠിപ്പിക്കാൻ അയച്ചത്. വിദ്യാഭ്യാസം ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടാനുള്ള വഴിയാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. കുട്ടികളെ സർക്കാർ സ്കൂളുകളിലേക്ക് അയക്കുക മാത്രമല്ല, അനേകം കുട്ടികളെ മരത്തണലിൽ ഇരുത്തി സിസ്റ്റർ റാണി മരിയ പഠിപ്പിക്കുകയും ചെയ്തു. അജ്ഞത അകറ്റുകയാണ് ഏറ്റവും വിശിഷ്ടമായ കർത്തവ്യം. പലതരത്തിലുള്ള അജ്ഞതകളിൽ മുഴുകി ജീവിക്കുന്നവർ
ഇന്നും നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ അജ്ഞത അകറ്റാൻ നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നുണ്ട് എന്നുകൂടി ഇവിടെ ചിന്തിക്കുന്നത് നന്നായിരിക്കും. ആദിവാസി ഗ്രാമങ്ങൾ തോറും കയറി ഇറങ്ങി ഓരോ വീടുകളിലും സന്ദർശനം നടത്തുവാനും സിസ്റ്റർ റാണി മരിയ സന്നദ്ധയായിരുന്നു. രോഗികൾക്കും വൃദ്ധർക്കും സിസ്റ്ററുടെ സന്ദർശനം ആശ്വാസകരമായിരുന്നു. മദ്യപാനത്തിനെതിരെയുള്ള ബോധവൽക്കരണമായിരുന്നു മറ്റൊരു പ്രവർത്തനം. ആ പ്രവർത്തനങ്ങളുടെ ഫലമായി പല പുരുഷന്മാരും മദ്യപാനം ഉപേക്ഷിക്കുകയും കഠിനാധ്വാനികളായി തീരുകയും ചെയ്തു. പല കുടുംബങ്ങളിലും സമാധാനം കടന്നു വന്നു. സാമ്പത്തിക സുരക്ഷിതത്വം കൈവരിക്കാനും സാധിച്ചു. കൃഷിരീതികൾ മെച്ചപ്പെടുത്താനും ചെറുകിട തൊഴിൽ ആരംഭിക്കാനും സിസ്റ്റർ റാണി മരിയയുടെ പ്രവർത്തനങ്ങൾ മൂലം പല കുടുംബങ്ങൾക്കും കഴിഞ്ഞു. സിസ്റ്റർ റാണി മരിയയുടെ ഈ പ്രവർത്തനങ്ങൾ ദരിദ്ര വിഭാഗങ്ങൾക്ക് പ്രത്യാശയും പ്രതീക്ഷയുമായിരുന്നു. പക്ഷെ ഇതെല്ലാം ജന്മിമാരെ ചൊടിപ്പിച്ചു. തങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ സ്വാധീനത്തിന് മങ്ങലേൽക്കുന്നതായി അവർക്ക് തോന്നി. സിസ്റ്റർ റാണി മരിയ ജീവിച്ചിരിക്കുന്നത് തങ്ങൾക്ക് ഭീഷണിയാണെന്ന് അവർ മനസ്സിലാക്കി. ഇതിനേക്കാളെല്ലാം അവരെ പ്രകോപിപ്പിച്ചത് 1994 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ത്രീ സ്വയം സഹായ സംഘങ്ങളിലെ ചിലരെ സ്ഥാനാർത്ഥികളായി സിസ്റ്റർ റാണി മരിയ അവതരിപ്പിച്ചതായിരുന്നു. ഇതോടെ സിസ്റ്റർ റാണി മരിയ എന്ന വടവൃക്ഷത്തെ കടപ്പുഴക്കേറിയേണ്ടത് തങ്ങളുടെ ആവശ്യമാണെന്ന് അവർ തീർച്ചപ്പെടുത്തി. ഗൂഢാലോചനകൾക്കൊടുവിൽ അവർ തങ്ങളുടെ ലക്ഷ്യം സാധിച്ചെടുക്കാൻ സന്നദ്ധനായ ഒരാളെ കണ്ടെത്തി, സമുന്ദർ സിംഗ്. ഏറെ നാളത്തെ കൂടിയാലോചനകൾക്കും ആസൂത്രണങ്ങൾക്കും ശേഷം അവർ തിരഞ്ഞെടുത്ത ദിവസമായിരുന്നു 1995 ഫെബ്രുവരി 25. അന്നാണ് ബസ്സിൽ യാത്ര ചെയ്യവേ സമുന്ദർ സിംഗ് അതീവ ക്രൂരമായി സിസ്റ്റർ റാണി മരിയെ കുത്തി കൊലപ്പെടുത്തിയത്. ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും എന്ന ക്രിസ്തു പ്രബോധനമായിരുന്നു സിസ്റ്റർ റാണി മരിയ നടപ്പിലാക്കിയത്. ദരിദ്രരെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയും അവർക്ക് നീതി നേടിക്കൊടുത്തും ക്രിസ്തു വഴികളിലൂടെ സഞ്ചരിച്ചതിന്റെ അനന്തര ഫലമായിരുന്നു സിസ്റ്ററുടെ രക്തസാക്ഷിത്വം. ക്രിസ്തുവിന് വേണ്ടി തനിക്കുള്ളതെല്ലാം സിസ്റ്റർ നഷ്ടപ്പെടുത്തുകയായിരുന്നു, സ്വന്തം ജീവൻ വരെ. ചിലരെ ഇല്ലാതാക്കുമ്പോൾ, തങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുമ്പോൾ അവർ വിചാരിക്കുന്നത് അവരോട് കൂടി അവർ ഉയർത്തിയ ശബ്ദമെല്ലാം നിശബ്ദമാകും എന്നാണ്. പക്ഷേ ആ ശബ്ദങ്ങൾ അവസാനിക്കുന്നില്ല എന്നാണ് സിസ്റ്റർ റാണി മരിയയുടെ മരണശേഷമുള്ള പല സംഭവ വികാസങ്ങളും തെളിയിച്ചത്. മിഷൻ പ്രവർത്തനത്തിന്റെ പ്രതിബന്ധങ്ങളെയും പ്രതികൂലങ്ങളെയും കൂടിയാണ് സിസ്റ്റർ റാണി മരിയയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. കേരളത്തിലേതുപോലെയുള്ള ഒരു സാമൂഹിക ചുറ്റുപാടോ ജീവിത ചുറ്റുപാടോ അല്ല വടക്കേ ഇന്ത്യയിലെ മിഷൻ പ്രദേശങ്ങളിൽ ഉള്ളത്. സഞ്ചാരയോഗ്യമല്ലാത്ത വഴികൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും അവർ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇവിടെ ഉള്ളതുപോലെ യാതൊരുവിധ സൗകര്യങ്ങളും സുരക്ഷിതത്വവും മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ഇല്ല. അതിനെയെല്ലാം ദൈവസ്നേഹത്താൽ സ്വീകരിച്ചും ഉൾക്കൊണ്ടുമാണ് നമ്മുടെ മിഷനറിമാർ ശുശ്രൂഷ ചെയ്യുന്നത്. അവരുടെ ത്യാഗനിർഭരമായ ജീവിതങ്ങളെ ഓർത്ത് അവരെ പ്രതി ദൈവത്തിന് നന്ദി പറയാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് കടമയുണ്ട്. നമുക്ക് സാധിക്കാത്തതാണ് അവർ ചെയ്യുന്നത് എന്ന ഒറ്റ തിരിച്ചറിവും സമ്മതവും മാത്രം മതി അവരുടെ പ്രവർത്തനങ്ങളെ കൃതജ്ഞതയോടെ അനുസ്മരിക്കാൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ എന്നാണല്ലോ തിരുവചനം പറയുന്നത്. നമ്മുടെ ഭയം എപ്പോഴും ജീവനെ പ്രതിയും ശരീരത്തെ പ്രതിയുമാണ്. ജീവൻ നഷ്ടപ്പെടാതിരിക്കാനാണ് നാം പല ഒത്തുതീർപ്പുകളും നടത്തുന്നത്, ശരിയല്ലേ? ഇത്തിരി കാലം കൂടി ജീവിച്ചിരിക്കാൻ നാം ഏതു വിധത്തിലുള്ള വിശ്വാസ ത്യാഗങ്ങൾക്കും സുവിശേഷ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും തയ്യാറുമാണ്. കാരണം ക്രിസ്തുവിനെ നാം അത്രത്തോളം മാത്രമേ ഗൗരവത്തിൽ എടുത്തിട്ടുള്ളൂ. എന്നാൽ സിസ്റ്റർ റാണി മരിയെ പോലെയുള്ളവർ ഭയപ്പെട്ടിരുന്നത് ലോകം മുഴുവൻ സ്വന്തമായാലും ആത്മാവ് നഷ്ടപ്പെടുന്നതിനെ കുറിച്ചായിരുന്നു. ലോകം വെച്ചു നീട്ടുന്ന സുഖങ്ങളെയും സൗകര്യങ്ങളെയും കാൽ സിസ്റ്റർ പ്രധാനമായി കരുതിയത് ഇഹലോകത്തിന് അപ്പുറമുള്ള ചില നേട്ടങ്ങളായിരുന്നു. സുവിശേഷത്തിന്റെ വളർച്ചയായിരുന്നു, സ്വർഗത്തിന്റെ സന്തോഷമായിരുന്നു. നമ്മുടെ കാഴ്ചയുടെ ചക്രവാളങ്ങൾ പരിമിതമാണ്. ഈ ലോകത്തിലുള്ള പലതിനെയുമാണ് നാം ലക്ഷ്യം വയ്ക്കുന്നത്. ഇവിടെ കിട്ടുന്ന പദവികളും പ്രതാപങ്ങളുമാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ അവയുടെ നൈമിഷികതയും നിരർത്ഥകതയും
സിസ്റ്റർ റാണി മരിയ മനസ്സിലാക്കി. അതുകൊണ്ടാണ് എല്ലാ ഭീഷണികളെയും മറികടന്നും സുവിശേഷാത്മകമായ പ്രവർത്തനങ്ങളുമായി സിസ്റ്റർ മുന്നോട്ട് പോയത്. സമുന്ദർ സിംഗ് സിസ്റ്റർ റാണി മരിയെ കുത്തി കൊലപ്പെടുത്തുമ്പോൾ അത് അന്ധകാരത്തിന്റെ തേർവാഴ്ചയായിരുന്നു, തിന്മയുടെ അഴിഞ്ഞാട്ടമായിരുന്നു. പക്ഷെ ആ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിന്റെ വാക്കുയർന്നു, യേശു. അതോടെ ഇരുട്ടെല്ലാം അകന്നു, പ്രകാശത്തിന്റെ ഉത്സവത്തിന് കേളിക്കൊട്ടുയർന്നു. മിഷൻ ജീവിതത്തിന്റെ പരുപരുത്തതും അങ്ങേയറ്റം ദുഷ്കരവുമായ ജീവിതത്തിന്റെ മുഖമാണ് സിസ്റ്റർ റാണി മരിയയുടെ പ്രവർത്തനങ്ങളിലൂടെ രക്തസാക്ഷിത്വത്തിലൂടെയും അനാവരണം ചെയ്യപ്പെട്ടത്. ഇന്ന് സമുന്ദർ സിംഗ് അല്ല അനശ്വരത പ്രാപിച്ചിരിക്കുന്നത്, മറിച്ച് അയാൾ കൊലപ്പെടുത്തിയ സിസ്റ്റർ റാണി മരിയയാണ്. അന്ധകാരത്തെ ഇല്ലാതാക്കാൻ കഴിയുന്ന പ്രകാശമാണ് യേശു എന്ന സത്യമാണ് ഇവിടെ പ്രസരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സിസ്റ്റർ റാണി മരിയയുടെ മരണത്തോടെ ആ ജീവിത കഥ അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷെ ആ രക്തസാക്ഷിത്വത്തിലൂടെ സിസ്റ്ററുടെ ജീവിത കഥ മറ്റൊരു രീതിയിൽ തുടരുകയായിരുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ക്ഷമയുടെ ഏറ്റവും വലിയ സൗന്ദര്യം ലോകത്തിന് കാണിച്ചു കൊടുത്ത ക്രിസ്തുവിന്റെ വാക്കുകളെ അക്ഷരം പ്രതി സ്വജീവിതത്തിലൂടെ നിറവേറ്റിയതിലൂടെയായിരുന്നു അത്. മരിക്കുന്നതിന് മുൻപ് തന്റെ ഘാതകനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ സിസ്റ്റർക്ക് സാധിച്ചപ്പോൾ ആ സൗന്ദര്യമാണ് ലോകം ദർശിച്ചത്. മരണനിമിഷങ്ങളിൽ ഘാതകനോട് ക്ഷമിക്കാൻ അപൂർവം ചിലർക്കേ കഴിയൂ. സിസ്റ്റർ റാണി മരിയ അത്തരത്തിൽ ഒരാളാണ്. ക്ഷമ ഒരു തുടർച്ചയാണ് എന്ന് ശരിവെക്കുന്നതായിരുന്നു പിന്നീടുള്ള സംഭവ വികാസങ്ങൾ. സിസ്റ്റർ റാണി മരിയയുടെ സഹോദരി സിസ്റ്റർ സെൽമയിലൂടെ, മാതാപിതാക്കളിലൂടെ, സഹോദരങ്ങളിലൂടെ അത് തുടരുകയായിരുന്നു. തന്റെ സഹോദരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ സമുന്ദർ സിംഗിനെ ജയിലിൽ ചെന്ന് കണ്ട് സിസ്റ്റർ റാണി മരിയയുടെ സഹോദരി സിസ്റ്റർ സെൽമി അയാളെ സഹോദരനായി സ്വീകരിച്ചു. പിന്നീട് അയാൾ പുല്ലുവഴിയിലെ വീട്ടിലെത്തിയപ്പോൾ സിസ്റ്റർ റാണി മരിയയുടെ വൃദ്ധരായ മാതാപിതാക്കൾ തങ്ങളുടെ മകളുടെ ഘാതകനെ ശിരസിൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. ലോകം നിറ കണ്ണുകളോടെയും അവിശ്വസനീയതയോടെയും കണ്ട ചിത്രങ്ങളായിരുന്നു അവയെല്ലാം. ഇന്ന് അൾത്താരയിൽ വണങ്ങപ്പെടുന്നതിന് യോഗ്യമായ വിധത്തിൽ സിസ്റ്റർ റാണി മരിയയുടെ ജീവിതം ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി റാണി മരിയ. സുഖകരമായ സാഹചര്യങ്ങളും സുരക്ഷിതത്വം അനുഭവപ്പെടുന്ന മേഖലകളും ഉണ്ടായിരുന്നിട്ടും ക്രിസ്തുവിനെ പകർന്നു നൽകുന്നതിൽ നാം എത്രത്തോളം ഇനിയും വിമുഖരാണ്. ഏറ്റവും തൊട്ടടുത്ത സാഹചര്യങ്ങളിൽ പോലും ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാതെ പോകുന്നതിൽ നാം ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. സുവിശേഷം ഒരിക്കലും സുരക്ഷിതത്വമല്ല, അത് സ്വന്തം ജീവനെ വരെ നഷ്ടപ്പെടുത്താനുള്ള സന്നദ്ധതയാണ്. ആ സന്നദ്ധത നമ്മളിൽ എത്ര പേർക്കുണ്ട്? അത്തരമൊരു സന്നദ്ധതയിലേക്ക് വളരാൻ സിസ്റ്റർ റാണി മരിയയുടെ രക്തസാക്ഷിത്വം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ക്രിസ്തുവിനെ പ്രതി തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയ മറ്റൊരു ജീവിതത്തെ നമുക്ക് പരിചയപ്പെടാം. മെത്രാനായില്ല, വൈദികനായില്ല. എന്തിന്? ഏറ്റവും വലിയ സ്വപ്നമായ വൈദിക ജീവിതത്തിന്റെ പരിശീലന ഘട്ടം പോലും പൂർത്തിയാക്കിയില്ല. പക്ഷെ ഇന്ന് സ്വന്തം ജീവിത സാക്ഷ്യം കൊണ്ട് ദൈവത്തിന് സാക്ഷ്യം നൽകിയതിന്റെ പേരിൽ തിരുസഭയുടെ ചരിത്രത്തിൽ തിളക്കമുള്ള നക്ഷത്രങ്ങളിലൊന്നായി അവൻ വിരാജിക്കുന്നു. അവന്റെ പേരാണ് ഇമ്മാനുവേൽ അലാബി. ആധുനിക നൂറ്റാണ്ടിൽ ക്രൈസ്തവരുടെ രക്തം കൊണ്ട് നനഞ്ഞ നൈജീരിയയുടെ മണ്ണിലാണ് ഈ ജീവത്യാഗവും സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ നൈജീരിയയുടെ സമകാലിക ക്രൈസ്തവ ചരിത്രത്തിൽ ഏറെ വേദനയോടെ ഓർമ്മിക്കപ്പെടുന്ന ഒരു പേരായി ഇമ്മാനുവേൽ അലാബി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വിശ്വാസ പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു കത്തോലിക്ക കുടുംബത്തിലായിരുന്നു അലാബിയുടെ ജനനം. ചെറുപ്പം മുതൽക്കേ പ്രാർത്ഥനയോടും ദൈവിക കാര്യങ്ങളോടുമായിരുന്നു ആഭിമുഖ്യം. അതുകൊണ്ട് തന്നെ അൾത്താര ശുശ്രൂഷയായിട്ടായിരുന്നു സുവിശേഷത്തോട് ചേർന്നുള്ള ജീവിതത്തിന് അവൻ തുടക്കം കുറിച്ചതും. അൾത്താര ആഭിമുഖ്യമുള്ള ഒരു ജീവിതത്തോടുള്ള പ്രതിപത്തി ആരംഭം കുറിക്കപ്പെട്ടതും അങ്ങനെയായിരിക്കണം. വൈദികരുടെ ജീവിതവും അവരുടെ പ്രവർത്തനങ്ങളും സ്വാധീനമായി കടന്നുകൂടിയപ്പോൾ മുതൽ അലാബി സ്വന്തം ജീവിതത്തെ നിർവചിച്ചു തുടങ്ങി. എന്തായിരിക്കണം എന്റെ ജീവിതം? എങ്ങനെയാണ് എന്റെ ജീവിതം കൊണ്ട് ദൈവത്തിന് മറുപടി നൽകേണ്ടത്? കർത്താവ് എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ആ ചോദ്യങ്ങളാണ് പിന്നീട് ഇവിയാങ്ക്പൊഡിയിലെ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ മൈനർ സെമിനാരിയിൽ അവനെ അംഗമാക്കിയത്.
ഇന്ന് പല ചെറുപ്പക്കാർക്കും ഇല്ലാതെ പോകുന്നത് ഇത്തരമൊരു അന്വേഷണവും ചിന്തയുമാണ്. വൈദികനാകുന്നത് ഏതോ മോശം കാര്യമാണെന്നും അല്ലെങ്കിൽ കഴിവില്ലാത്തവർ ചെന്നു ചേരുന്ന ഇടമാണ് പൗരോഹിത്യവും സന്യസ്ത ജീവിതവും എന്ന തെറ്റിദ്ധാരണ പല ചെറുപ്പക്കാരെയും പിടികൂടിയിട്ടുണ്ട്. അക്കാരണത്താൽ തങ്ങളുടെ കൂട്ടുകാരിൽ ഒരാൾ അച്ഛനാകാൻ പോകുന്നു, മഠത്തിൽ ചേരാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ അതിനെ പിന്തിരിപ്പിക്കുന്നവരും ധാരാളം. അതുപോലെ മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ ഇപ്രകാരം ഒരു ജീവിതത്തിലേക്ക് പറഞ്ഞുവിടാൻ സന്നദ്ധത കാണിക്കുന്നുമില്ല. പക്ഷേ ഇമ്മാനുവലിന്റെ വീട്ടുകാർ ഈ പൊതുരീതിക്ക് വിരുദ്ധരായിരുന്നു. അവർ തങ്ങളുടെ മകൻ ഒരു വൈദികനാകണമെന്നാണ് ആഗ്രഹമെന്ന് പറഞ്ഞപ്പോൾ അതിനെ അംഗീകരിച്ചു, പ്രോത്സാഹിപ്പിച്ചു. ഇങ്ങനെയാണ് ഇമ്മാനുവൽ അലാബിയുടെ സെമിനാരി പ്രവേശനം സുഗമമായത്. പുഞ്ചിരിയോടെ മാത്രമേ ഇമ്മാനുവലിനെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് സെമിനാരി കാലത്തെ സഹപാഠികളുടെ ഓർമ്മ. എല്ലാവരെയും സഹായിക്കാൻ സന്നദ്ധൻ, എല്ലാവരോടും സൗഹൃദം, സർവോപരി കർത്താവിലുള്ള ആഴമായ വിശ്വാസം. ഇമ്മാനുവലിന്റെ പൊതു സവിശേഷതകൾ ഇവയെല്ലാമായിരുന്നു. വൈദിക ജീവിതത്തെ ഒരു ജോലിയായിട്ടല്ല, തന്റെ സവിശേഷമായ ദൗത്യമായിട്ടാണ് ഇമ്മാനുവൽ കണക്കാക്കിയിരുന്നത്. നൈജീരിയയിലെ ദരിദ്രരെ സേവിക്കുന്ന, അവർക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു പുരോഹിതനാകുക എന്നതായിരുന്നു അവന്റെ സ്വപ്നം. അപ്പോഴേക്കും നൈജീരിയ ക്രൈസ്തവർക്ക് ഒരു പേടി സ്വപ്നമായി മാറിക്കഴിഞ്ഞിരുന്നു. കാരണം ക്രൈസ്തവർക്ക് നേരെയുള്ള അക്രമങ്ങളും പീഡനങ്ങളും ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. ക്രൈസ്തവരെ തട്ടിക്കൊണ്ടുപോവുക, കൊലപ്പെടുത്തുക, ക്രൈസ്തവ സ്ഥാപനങ്ങളുടെയും ഗ്രാമങ്ങളുടെയും നേരെ ആക്രമണം അഴിച്ചുവിടുക എന്നിവയെല്ലാം നിത്യ സംഭവങ്ങളായിരുന്നു. സെമിനാരികളുടെ നേർക്കും ആക്രമണങ്ങൾ പതിവായിരുന്നു. രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ ഏത് സമയവും ഏത് നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാം എന്ന അവസ്ഥയിലായിരുന്നു വൈദികരും വൈദിക വിദ്യാർത്ഥികളും കഴിച്ചുകൂട്ടിയിരുന്നത്. രാത്രി കാലങ്ങളിലായിരുന്നു ആക്രമണങ്ങൾ കൂടുതലും. രാത്രിയുടെ മറവിൽ നിന്ന് അക്രമികൾ സെമിനാരികളിലേക്ക് കടന്നു വരികയും മോഷണം നടത്തുകയും എതിർക്കുന്നവരെ കീഴ്പ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനു പുറമെ മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ട് വൈദികരെയും സെമിനാരി വിദ്യാർത്ഥികളെയും തട്ടിക്കൊണ്ടു പോകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും ഇമ്മാനുവലിന്റെ തീക്ഷ്ണത കുറഞ്ഞു പോകുകയോ തന്റെ ദൈവവിളിയിൽ നിന്ന് പിന്തിരിയാനുള്ള പ്രേരണ അവന് ഉണ്ടാവുകയോ ചെയ്തില്ല. വരുന്ന ഏത് ഞെരുക്കങ്ങളെയും സ്വീകരിക്കാൻ മാത്രം സന്നദ്ധനായിരുന്നു ഇമ്മാനുവൽ. ഒടുവിൽ അത് സംഭവിച്ചു. 2024 ജൂലൈ 10 ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ മൈനർ സെമിനാരിയിലേക്ക് ഒരു സംഘം അക്രമികൾ അതിക്രമിച്ചു കയറി. പിന്നീട് അവിടം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു. എവിടെയും വെടിവെപ്പുകളും നിലവിളികളും ആർത്തനാദങ്ങളും. ആക്രമണത്തിനിടയിൽ സുരക്ഷാ ജീവനക്കാരിൽ ഒരാൾ കൊല്ലപ്പെട്ടു. അക്രമികൾ 3 സെമിനാരിക്കാരെ തട്ടിക്കൊണ്ടുപോയി. അതിലൊരാൾ ഇമ്മാനുവൽ അലാബിയായിരുന്നു. ജാഫറ്റ് ജെസ്സയും ജോഷുവ അലബോയുമായിരുന്നു മറ്റു 2 പേർ. ആക്രമണത്തിൽ ഇമ്മാനുവലിനും പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് അക്രമികൾ കാട്ടിലൂടെ ബലാത്കാരമായി കൊണ്ടുപോകുമ്പോൾ അവർക്കൊപ്പം നടക്കാൻ ഇമ്മാനുവലിന് സാധിച്ചിരുന്നില്ല. ശരീരത്തിനേറ്റ മുറിവും മനസ്സിലെ ഭയവും വിശപ്പും ദാഹവും ചേർന്ന് മുന്നോട്ട് നടക്കാൻ കഴിയാത്ത സാഹചര്യം അവന് സൃഷ്ടിച്ചുവെന്നാണ് അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരുടെ സാക്ഷ്യപ്പെടുത്തൽ. പരിക്കും ക്ഷീണവും കാരണം മുന്നോട്ട് നടക്കാനാവാതെ പോയ ഇമ്മാനുവലിനെ അക്രമികൾ വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. പിന്നീട് അവൻ മരിച്ചുവെന്ന വാർത്തയാണ് പുറത്തു വന്നത്. ഇമ്മാനുവൽ അലാബിയെ തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ അവന്റെ മോചനത്തിനു വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു വീട്ടുകാർ. പക്ഷെ അവരെ തകർത്തുകൊണ്ടാണ് ആ മരണവാർത്ത അവരെ തേടിയെത്തിയത്. പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അവരുടെ പൊന്നോമന മകനെ നഷ്ടപ്പെട്ടു. രൂപതയ്ക്ക് നല്ലൊരു ഭാവി വൈദികനെ നഷ്ടമായി. ഇമ്മാനുവൽ അലാബിക്കാകട്ടെ തന്റെ വ്യക്തിപരമായ സ്വപ്നങ്ങളെ നഷ്ടമായി. വൈദികനായി തീരണമെന്ന അവന്റെ സ്വപ്നങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. നൈജീരിയയിലെ കത്തോലിക്ക സഭ ഏറെ ഖേദത്തോടെയാണ് ഇമ്മാനുവൽ അലാബിയെ അനുസ്മരിക്കുന്നത്. സെമിനാരികളിലെ സുരക്ഷയെക്കുറിച്ചും നൈജീരിയയിലെ ക്രൈസ്തവരുടെ സുരക്ഷയെക്കുറിച്ചും ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നതിന് ഈ സാഹചര്യങ്ങൾ കാരണമായി. രാജ്യത്ത് വഷളായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിഗതികളെക്കുറിച്ചും അരക്ഷിതാവസ്ഥകളെക്കുറിച്ചും ലോകത്തിന് കൂടുതൽ ബോധ്യപ്പെട്ടു. ലോക പ്രശസ്തരായ വ്യക്തികളെ പോലെ അനുസ്മരിക്കപ്പെടാറില്ല എങ്കിലും ദൈവവിളിയോട് യെസ് പറയാൻ അവൻ കാണിച്ച സന്നദ്ധതയുടെ പേരിൽ ഇമ്മാനുവലിന്റെ പേര് സ്വർഗത്തിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നത് തർക്കമില്ലാത്ത വസ്തുതയാണ്. ഏറെക്കാലം ജീവിച്ചിരിക്കുന്നതിലല്ല, എത്ര കാലം ജീവിച്ചിരുന്നാലും ദൈവത്തിന്റെ ഹിതം നടപ്പിലാക്കുന്നതാണ് വൻ കാര്യം. പ്രതികൂല സാഹചര്യങ്ങളിലും തന്റെ വിശ്വാസത്തിന് വേണ്ടി
എല്ലാം നഷ്ടപ്പെടുത്താൻ തയ്യാറായി എന്നതിലാണ് ഇമ്മാനുവേൽ അലാബിയുടെ മഹത്വം അടങ്ങിയിരിക്കുന്നത്. ചെറുതെങ്കിലും അർത്ഥപൂർണമായ ജീവിതമായിരുന്നു അവന്റേത്. അനുദിന ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും ദൈവഹിതം നടപ്പിലാക്കാൻ നമുക്ക് അവസരങ്ങൾ ലഭിക്കാറുണ്ട്. പക്ഷെ നാം അത് എത്രത്തോളം വിജയകരമായി നിറവേറ്റിയിട്ടുണ്ട്? ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച് അത് പാഴാക്കുകയാണ് നാം കൂടുതലും ചെയ്തിട്ടുള്ളത്, അല്ലേ? ഇമ്മാനുവേൽ അലാബിയുടെ കൊച്ചു ജീവിതം നമ്മോട് പറയുന്നത് ദൈവഹിതത്തിന് പൂർണ്ണമായും കീഴ്പ്പെടാനും സ്വന്തം സുഖം അന്വേഷിക്കാതെ അവിടുത്തെ മാർഗങ്ങൾ കണ്ടെത്താനുമാണ്. ദൈവവിളി ഒരിക്കലും എളുപ്പമല്ല എന്നാണ് വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെയും ഇമ്മാനുവേൽ അലാബിയുടെയും ജീവിതങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം. സുരക്ഷിത ലാവണങ്ങളിൽ എല്ലാവിധ സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ടല്ല സുവിശേഷ പ്രഘോഷണം നടത്തേണ്ടത് എന്നും അവർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്തുവിനെ പ്രതി എന്തും സഹിക്കാനും ത്യജിക്കാനും സന്നദ്ധമാവുമ്പോൾ മാത്രമേ സുവിശേഷ പ്രഘോഷണം വിലയുള്ളതായി തീരുകയുള്ളൂ. സുവിശേഷ പ്രഘോഷണത്തിന്റെ പേരിൽ നാം ഒന്നും നഷ്ടപ്പെടുത്തുന്നില്ലെങ്കിൽ, സുവിശേഷത്തിന് വേണ്ടി ഒരു വേദനയും ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, ഒന്നും നഷ്ടപ്പെടുത്തുന്നില്ലെങ്കിൽ, നമ്മുടെ സുവിശേഷ പ്രഘോഷണത്തിന് എവിടെയോ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ, അവിടുത്തെ അനുഗമിക്കുന്നവർ സ്വന്തം കുരിശ് വഹിക്കാൻ തയ്യാറായിരിക്കണം. കുരിശില്ലാതെ കിരീടമില്ല. കുരിശിന്റെ ഈ മഹത്വമാണ് വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയെയും ഇമ്മാനുവേൽ അലാബിയെയും ഇന്നും നാം ഓർമ്മിക്കുന്നതിന് കാരണമായിരിക്കുന്നത്. വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെയും ഇമ്മാനുവേൽ അലാബിയുടെയും രക്തസാക്ഷിത്വങ്ങൾ നമ്മുടെ മുൻപിൽ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. വിശ്വാസത്തിന് വേണ്ടി ത്യജിക്കാൻ നിന്റെ പക്കൽ എന്താണുള്ളത്? ക്രിസ്തുവിന് വേണ്ടി സഹിക്കാൻ നീ എത്രത്തോളം തയ്യാറാണ്? പ്രതികൂലങ്ങൾക്കിടയിലും ദൈവവിളിയോട് വിശ്വസ്തരാകാൻ നിനക്ക് കഴിയുന്നുണ്ടോ? അക്രമം നിറഞ്ഞ ലോകത്തിൽ സമാധാനത്തിന്റെ ദൂതരാകാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ഈ ജീവിതങ്ങൾ നമ്മിൽ ഉണർത്തിയ സുവിശേഷാഗ്നിയെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, വിളവധികം വേലക്കാരോ ചുരുക്കമെന്ന തിരുവചനത്തിന്റെ പൂർത്തീകരണമായി മിഷൻ പ്രദേശങ്ങളിലേക്ക് പോകാൻ സന്നദ്ധയായി നിലത്ത് വീണ ഗോതമ്പ് മണിയെപ്പോലെ അഴുകിത്തീർന്ന വാഴ്ത്തപ്പെട്ട റാണി മരിയെയും വളരെ ഹ്രസ്വമായ ജീവിത കാലയളവ് കൊണ്ട് തന്നെ സുവിശേഷത്തിന്റെ ദീപ്ത മുഖമായി തീർന്ന ഇമ്മാനുവേൽ അലാബിയുടെയും ജീവിതങ്ങളിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ചുകൊണ്ട് വിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കാനും വിശ്വാസത്തിന് വില കൽപ്പിക്കുന്നവരാകാനും ഞങ്ങളെ സഹായിക്കണമേ. സ്നേഹത്തിന്റെയും സമർപ്പണത്തിൻ്റെതുമായ ജീവിതത്തിന് വില കൽപ്പിക്കുന്നത് അതിൻ്റെ ദൈർഘ്യമല്ല, ഹ്രസ്വമാണെങ്കിലും ദൈവഹിതത്തോട് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയും സന്മനസ്സുമാണെന്ന് ഞങ്ങൾക്ക് തെളിയിച്ചു തന്ന, ഞങ്ങൾക്ക് മാതൃകയായി നൽകിയ ഈ ജീവിതങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതം എത്ര ദൈർഘ്യമുള്ളതോ ഹ്രസ്വമോ ആയിരുന്നാലും അവിടെയെല്ലാം ക്രിസ്തുവിന്റെ സുവിശേഷത്തെ പ്രതി ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തുവാനുള്ള ധൈര്യം നൽകണമേ. വേദനകൾ സഹിക്കാനും നഷ്ടങ്ങൾ ഏറ്റെടുക്കാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ആമേൻ.